അതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് ഒടിപ്പിച്ചിട്ട് ഏത് സ്വർഗം തേടിപ്പോയാലും അതൊരിക്കലും ശാശ്വതമാവില്ല എന്ന് 100,000 തവണ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്നും നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതൊന്നും ഉമ്മായും വാപ്പായും ഒക്കെ പുല്ല് വിലയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ ചാടിപ്പോകുന്നവർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളിന് മുന്നേ, അതായത് കഴിഞ്ഞ റംസാൻ മാസത്തിൽ ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു. ഒരു ഹിന്ദു പയ്യന്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി ഇറങ്ങിപ്പോയി എന്നുള്ളത്, അതായത് റംസാൻ മാസത്തിൽ ഇറങ്ങിപ്പോയി എന്നുള്ളത്. ഹിന്ദു പയ്യന്മാരുടെ കൂടെ മുസ്ലിം പെൺകുട്ടികൾ ഒരുപാട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതൊന്നും അല്ല, ആ റംസാൻ മാസത്തിൽ തന്നെ അത് ഇറങ്ങിപ്പോയപ്പോ അത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. ആ സമയത്ത് ഞാനൊരു വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. എന്താ പറയാ, അതിനിപ്പോ പരിസമാപ്തി ആയിരിക്കുകയാണ്. എന്തായാലും അവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് അവളതേ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടികൾ, ഇപ്പോഴത്തെ ഈ പെൺകുട്ടികൾ എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. ഇവര് മന്ദബുദ്ധികളാണോ എന്ന് പോലും തോന്നിപ്പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് അടുപ്പം കാണിച്ചു കഴിഞ്ഞാല് ഇറങ്ങി അങ്ങ് പോയിരിക്കുകയാണ്. ഫെബ്രുവരി 14 എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല. കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം എന്നെ ഇതിനു വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. ആ ദിയെ തിരിച്ചു വന്നതിനെ കുറിച്ചിട്ട് അവർ അയൽക്കാരൻ പറയുന്നതൊന്ന് കേട്ടു നോക്കാം. നമ്പർ എവിടുന്നാ കിട്ടിയ? നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി എന്താണ് അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത്. സംസാരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ നാട്ടിൽ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? ആ, മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമളാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത്, പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ, അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന്, അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാൻ നീക്കോന്ന് പറഞ്ഞു. രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമായില്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. രജിസ്റ്റർ ഹാജരാകുന്നത് പോലീസ് സ്റ്റേഷനിൽ. അന്ന് കാണാതെ അവര് ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് അവള് നമ്മൾ സംസാരിച്ചിന്. ഓളെ ഉമ്മയും ഉപ്പയോ ഒരു ചെറിയ അഞ്ചെത്തി ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചിട്ട് ലാസ്റ്റ് അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവര് തിരിച്ചു വന്നു, ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, എന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അവർ തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ആയിട്ടുള്ള ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു, ആയിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്. നമ്മളൊരു അറിയുന്ന ചങ്ങായിന്റെ മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചു എന്നും ബിയർ കഴിപ്പിച്ചു എന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്.
എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും. അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത്. സംഭവം ഉണ്ടായിട്ടുണ്ടോന്നല്ലോ വരാനുള്ള റീസൺ എന്താന്നുള്ളത് വെച്ചാൽ അറിയില്ല. പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ അറിയൂ. വെച്ചാൽ ഓള് ഉദ്ദേശിച്ച പോലത്തെ നമ്മളിപ്പോ ഒരാള് ഒരു പെൺകുട്ടി എത്തനത്തിൽ ഒളിച്ചോടുമ്പോ അവന്റെ അടുത്ത് നിന്ന് നല്ലതായ ജീവിതത്തിൽ മുന്നോട്ട് പോകാന്നുള്ളിലായിരിക്കുമല്ലോ പോകുന്നത് ഒന്നിക്കല്. തീർച്ചയായും. അല്ല, ഈ അവരുടെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ എന്താണ് ഈ പെൺകുട്ടിയുടെ? പെൺകുട്ടിയുടെ സാമ്പത്തിക ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ് അത്. ഈ ഉപ്പാന്ന് പറയുന്ന ചങ്ങായിന്റെ അടുത്ത് നിന്ന് നല്ലതായ രീതിയിലുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയില്ല എന്നാണ്. അത് ഒരു അങ്ങനെയാണ്. അദ്ദേഹം ഒരു കാലം നല്ലതായിരുന്നു. ഇല്ലല്ലോ. അല്ല ആരിസ് ഭായ്, ഇവര് ഒളിച്ചോടി പോയി പിന്നീട് ഇവര് കോടതിയിലൊക്കെ അല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായതിനു ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇപ്പൊ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്നു. അവിടെ ജീവിക്കുമ്പോൾ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ? അതായത് ഈ കിരണിനെ അവൾ സ്വീകരിച്ചെങ്കിലും ഞങ്ങളുടെ മകളാണ്, മരുമകനാണ്, അങ്ങനെ ഒരു ബന്ധം ഇവർ പുലർത്തിയിരുന്നോ? അല്ല, വിളിക്കലുണ്ടെന്ന് ബന്ധപ്പെട്ട് പരമാവധി അവളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിന് ബന്ധപ്പെട്ടിട്ട്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞത്. അതന്നെ, വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. പിന്നെ അത് കല്യാണം കഴിക്കുന്നതിന് ഏകദേശം സമയം ആയിന് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അത് നല്ല ടീമായിട്ട് എൻഗേജ്മെന്റ് നടന്നെയാണ്. അത് ശരി. ആ സമയത്താണ് ഇവള് പോകുന്നത്. അത് ശരി. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ഒരു ആവശ്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ചങ്ങായിയാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അവനെ ഒഴിവാക്കിയാണ് ഇവള് പോയത്. ഓ ശരി. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കഴിയാതെ കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവാന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇപ്പോ ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഇവന്റെ കൂടെ പോയതിനു ശേഷം ഈ പീഡനങ്ങൾ ഉണ്ടായെന്ന് അങ്ങനെ എന്തെങ്കിലും അറിയാവോ? അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല തോന്നുന്നു. അത് ഇതിനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഇതേ അവിടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞത്. ഓ ശരി. ഈ ദിയ എന്ന് പറയുന്ന കണ്ണൂരുള്ള ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കിരൺ എന്ന് പറയുന്ന ഒരു അന്യമതസ്ഥന്റെ ഒപ്പം അന്ന് ചാടിപ്പോയത്. ശരിക്കും ആ ഉമ്മായും വാപ്പായും അന്ന് അനുഭവിച്ച കണ്ണുനീര്, ദുഃഖം, ആ ഒരു അവർ പറയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് അവർക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല, അത്രയ്ക്കും മാനഹാനി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റംസാൻ മാസത്തിൽ ഇത്തരം ഒരു തോന്നിവാസം കാണിച്ചിട്ട് പോയ ആ പെണ്ണ് ഇപ്പൊ ദേ തിരിച്ച് അവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് അവന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് അവൻ ദേ തിരിച്ച് വീട്ടിൽ കൊണ്ടിട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ ദിയ കിരണിനൊപ്പം പോയിട്ട് കുറെ ലൈവും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. ഞങ്ങൾ ജീവിക്കുകയാണ്, ഞങ്ങൾ കല്യാണം കഴിക്കുകയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലൈവും കാര്യങ്ങളും ഒക്കെ ഇവർ ഇട്ടിരുന്നു. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പോയി ജീവിക്ക്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഈ ഒറ്റ കാരണം കൊണ്ട്, അതായത് ഈ റംസാൻ മാസത്തിൽ പോയ ഒറ്റ കാരണം കൊണ്ട് ഗൾഫ് നാടുകളിൽ നിന്ന് പോലും ഒരുപാട് വിമർശനങ്ങളാണ് ഈ ദിയക്കെതിരെ വന്നത്. ഈ ഒരു നല്ല മാസത്തിൽ ഇവൾ എന്തിനിങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചിട്ട്. ഇവക്കാണെങ്കിൽ മറ്റൊരു ചെറുക്കനുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നതുമാണ്. അതിനെയൊക്കെ കളഞ്ഞിട്ടാണ് ഇവന്റെ ഒപ്പം ചാടിപ്പോയത്. എന്തായാലും ആ പെൺകുട്ടിയുടെ ജീവിതവും പോയി, ജീവനും പോയി, ജീവിതവും പോയി, ഒക്കെയും പോയി. ആ വീട്ടുകാർക്ക് മാനഹാനിയുമായി. ശരിക്കും ഈ പെൺകുട്ടികൾക്ക് ബുദ്ധി തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര കണ്ടാലും കേട്ടാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള